തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ചർച്ചയിൽ രൂക്ഷമായ തർക്കമുണ്ടായി. കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സെപ്റ്റംബർ 3-ന് ശേഷം കാത്തിരിക്കാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ചയിൽ സർക്കാരിനെ അറിയിച്ചു. ചർച്ചയ്ക്കിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളും ഉയർന്നുവന്നു. യോഗത്തിൽ കമ്മീഷനും സർക്കാരും തമ്മിൽ അതിരൂക്ഷമായ തർക്കമാണ് ഉണ്ടായത്. പുതുതായി രൂപീകരിച്ച നഗരസഭകളിൽ വാർഡുകൾ പുനർനിർണ്ണയം നടത്തി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറച്ചുനിന്നു. എന്നാൽ 2010-ലെ പട്ടികപ്രകാരം മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ എന്ന നിലപാടിൽ കമ്മീഷനും ഉറച്ചുനിന്നു. തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചുവെന്ന പേരുദോഷം കമ്മീഷന് കേൾക്കേണ്ടിവരുമെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഈ അവസരത്തിൽ ആക്ഷേപമുന്നയിച്ചു. താനതിനെ ഭയക്കുന്നില്ലെന്നും സെപ്റ്റംബർ 3-ന് ശേഷം കാത്തിരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശിധരൻ നായർ വ്യക്തമാക്കി. എന്നാൽ കോടതി തീരുമാനിക്കട്ടെ എന്നായിരുന്നു പിന്നീട് സർക്കാർ നിലപാട്. കോടതി അംഗീകരിച്ച 28 നഗരസഭകൾ ഡീനോട്ടിഫൈ ചെയ്യാനാവില്ലെന്നും സർക്കാർ നിലപാടെടുത്തു. കമ്മീഷനെതിരെ നിയമ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിരൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ അഴിച്ചുവിട്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മന്ത്രി കെ.സി. ജോസഫ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ അനാസ്ഥ കാണിച്ചെന്ന് കെ.സി. ജോസഫ് അഭിപ്രായപ്പെട്ടു. വിഷയം ഇത്രയും രൂക്ഷമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാതെ മുമ്പോട്ട് പോകുന്നതിൽ കമ്മീഷന്റെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ജൂലൈ 31-ന് മുമ്പ് പഞ്ചായത്തുകൾ രൂപീകരണത്തിനുള്ള പ്രൊസീഡിങ്സ് അയച്ചു കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തില്ല? എന്തുകൊണ്ട് കോടതി അറിയിച്ചില്ല? ഇവനും കമ്മീഷൻ പറയുന്നത് ഇത് പൂർത്തിയായിട്ടില്ല, ഇനി സമയമെടുക്കും എന്നാണ് പറഞ്ഞത്. അത് പുതുക്കിയ വിഭജനം അനുസരിച്ച് ഇലക്ഷൻ നടത്താതിരിക്കാനുള്ള വലിയൊരു തന്ത്രമായിരുന്നു. കടൽക്കൊല കേസിൽ നാവികരെ ശിക്ഷിച്ചാൽ കൊല്ലപ്പെട്ട തന്റെ ഭർത്താവ് തിരിച്ചുവരില്ലെന്ന് മരിച്ച ജലസ്റ്റിന്റെ ഭാര്യ ദോറ പറഞ്ഞു. ഒരു മത്സ്യത്തൊഴിലാളിക്കും തന്റെ ഭർത്താവിന്റെ ഗതി വരരുതെന്നും ദോറ അഭിപ്രായപ്പെട്ടു. ഇപ്പം എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഇപ്പം എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അവരിച്ചിരി പൈസ നമ്മുടെ ഇറ്റാലിയൻ ഗവൺമെൻറ്റും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും വില കിട്ടത്തില്ല. ഇപ്പം ഒരു ജീവൻ്റെ വിലയാണ്. ഇച്ചിരി പൈസ അതാ നികത്താനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇനി ഭാര്യയ്ക്ക് ഭർത്താവില്ല, കുട്ടികൾക്ക് പിതാവില്ല. ഇനി ഇപ്പം പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു പാട്ടിനി വരരുത്. ഇനി ഇങ്ങനെ വന്നാൽ അവരുടെ കുട്ടികളും അവരുടെ ഭാര്യമാരും എന്തായിരിക്കും അവർക്ക്? ഞാൻ സഹിച്ചതുപോലെ അവർ സഹിക്കത്തില്ല. അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഇപ്പം ഭർത്താവ് എനിക്കിപ്പം തിരിച്ചു കിട്ടത്തില്ല. ഇപ്പം അവരെ കൊന്നാലോ ശിക്ഷ കൊടുത്താലോ ഒന്നും എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. ഇപ്പം ഞാനൊരു ദൈവത്തിൻ്റെ എല്ലാം ആദ്യം ക്ഷമിച്ചെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇപ്പം എനിക്ക് ഭർത്താവിന് ഇല്ല. ഇനി അവർക്ക് ശിക്ഷ കൊടുത്താലോ അവരെ കൊലക്കുറ്റം ചെയ്താലോ കൊലയ്ക്ക് കയറ്റിയാലോ ഇനി ഭർത്താവില്ല എന്നാ ഞാൻ പറഞ്ഞത്. അപ്പം അവരങ്ങ് പോട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞത്. ഇനി ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി കടലിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കരുത്. അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫയർ എഞ്ചിൻ ഓണാഘോഷത്തിന് നൽകിയ സംഭവത്തിൽ 6 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ. ഫയർഫോഴ്സ് കമാൻഡന്റ് ജനറലാണ് നടപടിയെടുത്തത്. അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ ഓണാഘോഷത്തിനിടെ അഗ്നിശമന സേനയുടെ വാഹനം ദുരുപയോഗം ചെയ്തതിന് 6 ഫയർഫോഴ്സ് ജീവനക്കാരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അടൂർ ഫയർഫോഴ്സ് യൂണിറ്റിലെ ടി ഗോപകുമാർ, ബി യേശുദാസൻ, TP ദിലീപ്, S സോമരാജൻ, N രാജേഷ്, K ശ്യാംകുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹോംഗാർഡിനെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയം അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ റജീവി കുര്യാക്കോസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DGP ജേക്കബ് തോമസ് നടപടി കൈക്കൊണ്ടത്. സുരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട വാഹനത്തിന് മുകളിൽ അപകടമാംവിധം വിദ്യാർത്ഥികളെ കയറാൻ അനുവദിച്ചത് കൃത്യവിലോപമാണെന്നാണ് കണ്ടെത്തൽ. കൂടാതെ വെള്ളമൊഴുക്കാനുള്ള പൈപ്പ് വിദ്യാർത്ഥികൾ നിയന്ത്രിച്ചതും ഉദ്യോഗസ്ഥർക്ക് വിനയായി. ഫയർ എഞ്ചിൻ ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയ്ക്ക് ആധികാരികത ഇല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം KSRTC ബസ് ആർക്കും വാടകയ്ക്ക് നൽകിയിട്ടില്ലെന്ന് KSRTC അധികൃതർ വ്യക്തമാക്കി. എന്നാൽ കോളേജിൽ ആഘോഷങ്ങൾക്ക് അനുമതി നൽകാത്തതിന്റെ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ റോഡിൽ കാണിച്ചതെന്നാണ് കോളേജ് അധികൃതരുടെ ഭാഷ്യം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. CET എഞ്ചിനീയറിംഗ് കോളേജിലെ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ബൈജുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്.
തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥി ജീപ്പ് പിടിച്ച് മരിച്ച സംഭവത്തിൽ പോലീസിന് മുമ്പാകെ കീഴടങ്ങിയ ബൈജുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബൈജുവിനെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്. പ്രതിയായ ബൈജുവിനെതിരെ സംഘം ചേർന്ന് കുറ്റകൃത്യം നടത്തിയതിന് IPC 343, 344, 349, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് IPC 304, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് IPC 201 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. സംഭവത്തിൽ ബൈജുവിനെ കൂടാതെ ഇനിയും 7 പേർ കൂടി പ്രതികളാണ്. അവർക്കെതിരെയും സമാനമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. 2002 അപകടത്തിൽ മരിച്ച അമിതാ ശങ്കറിന്റെ മരണത്തെ തുടർന്ന് കോളേജ് അധികാരികൾ ക്യാമ്പസിനുള്ളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രസിദ്ധീകരിച്ച സർക്കുലർ ഹാജരാക്കാൻ കോളേജ് അധികാരികൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. സംഭവം നടന്ന ദിവസം വിദ്യാർത്ഥികളെ ക്യാമ്പസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞിരുന്നു എന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊഴി നിർണായകമാവും. ബൈജുവിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്താൽ ആക്രമണമുണ്ടായേക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മാറ്റിവെച്ച തെളിവെടുപ്പ് എന്ന് നടത്തണമെന്ന് പോലീസ് തീരുമാനിച്ചിട്ടില്ല. ഇതിനായി ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് വൈകാതെ കോടതിയിൽ സമർപ്പിക്കും. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ന്യൂ ജനറേഷൻ സിനിമാ പരാമർശത്തിൽ DGPക്ക് മറുപടിയുമായി ഗണേഷ് കുമാർ. പ്രേമം സിനിമ കാരണമല്ല CETയിൽ അപകടമുണ്ടായതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഇക്കാര്യത്തിൽ DGPയുടെ വാദം ശരിയല്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്നും മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി. സദസ്സിൽ ആളില്ലാത്തതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പാർലമെന്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് മുഖ്യമന്ത്രിയുടെ പ്രതിഷേധത്തിന് വേദിയായത്. 3 മണിക്ക് നിശ്ചയിച്ചിരുന്ന പരിപാടിക്ക് കോഴഞ്ചേരിയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി 4:45 എത്തിയത്. ഡീൻ കുര്യാക്കോസും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. പരിപാടി നടക്കുന്ന വേദിയിലേക്ക് കടന്ന മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. സദസ്സിലും വേദിയിലും ഒഴിഞ്ഞ കസേരകൾ മാത്രം. താൻ അപമാനിതനായെന്ന് ബോധ്യപ്പെട്ട മുഖ്യമന്ത്രി ഉടൻ തന്നെ പരിപാടി ഉപേക്ഷിച്ച് തിരിച്ചുപോയി. സംഭവം അരങ്ങേറുമ്പോൾ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നഗരം ചുറ്റി ശക്തി പ്രകടനം നടത്തുകയായിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങാൻ നിശ്ചയിച്ച മുഖ്യമന്ത്രിയെ അനുനയിപ്പിക്കാൻ സ്ഥലം MLA ശിവദാസൻ നായർ വിഫല ശ്രമം നടത്തിയെങ്കിലും ഇത് കണ്ടില്ലെന്ന് നടിച്ചാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. രാജ്യത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ BJP ശ്രമിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇത്തരം നീക്കങ്ങളെ ശക്തമായി നേരിടുമെന്നും യെച്ചൂരി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ CPM പ്രാദേശിക തലത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും യെച്ചൂരി അറിയിച്ചു. ദില്ലിയിൽ നടന്ന 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു യെച്ചൂരി. കേന്ദ്ര സർക്കാർ പിന്തുണയോടെ സംഘപരിവാർ സംഘടനകൾ രാജ്യത്ത് നടത്തുന്ന വർഗീയ പ്രചരണത്തിനെതിരെയും സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും പ്രക്ഷോഭം ശക്തമാക്കാൻ കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. BJP സർക്കാരിന്റെ നവലിബറൽ നയങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതം വിലക്കയറ്റം കൊണ്ട് ദുസ്സഹമാക്കി. These burdens on the people and the agrarian distress that continues, there is no real tangible turnaround in the manufacturing and your industry. All these are adding on to the mounting burdens on the people. So the Central Committee decided that on all these issues, independently and with the left parties, we will intensify the popular people's struggles and movements. സംഘപരിവാർ രാജ്യത്ത് നടത്തുന്ന വർഗീയ പ്രചരണത്തിനെതിരെ BJP ഇതര മുഖ്യമന്ത്രിമാരുമായി ചേർന്ന് പ്രക്ഷോഭം നയിക്കും. ഇതിനായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തുടങ്ങിയവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഇടതു പാർട്ടി നേതാക്കളും പങ്കെടുക്കും. പാർട്ടി സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിൽ കേരളത്തിലും ത്രിപുരയിലും വൻ ജനപങ്കാളിത്തമുണ്ടായതായി കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി. പശ്ചിമബംഗാളിലും പ്രക്ഷോഭത്തിന് പിന്തുണയേറി. ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 ഇടതു പാർട്ടികൾ സംയുക്ത മുന്നണിയുണ്ടാക്കി മത്സരിക്കും. CPIM, CPI, RSP, CPIML, AFB, ASUCI എന്നിവർ സംയുക്ത സ്വതന്ത്ര ഇടതുമുന്നണിയായിട്ടായിരിക്കും മത്സരിക്കുക. ഇതിന്റെ പ്രഖ്യാപനം പട്നയിൽ വെച്ച് നടത്തും. ഇന്ത്യ പാക് ചർച്ച അവസാന നിമിഷം റദ്ദാക്കിയത് ദൗർഭാഗ്യകരമാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. അതിർത്തിയിൽ വളർന്നുവരുന്ന സംഘർഷങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ചർച്ച കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർട്ടി പ്ലീനം ഡിസംബർ 27 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ച കാര്യവും സീതാറാം യെച്ചൂരി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആഗോളതലത്തിൽ വിപണികൾ തകർന്നതിനെ തുടർന്ന് രാജ്യത്തെ ഓഹരി വിപണി തകർന്നടിഞ്ഞു. വ്യാപാരം ആരംഭിച്ച ഉടനെ സെൻസെക്സ് 883 പോയിന്റ് ഇടിഞ്ഞ് 26,482-ലും നിഫ്റ്റി 258 പോയിന്റ് താഴ്ന്ന് 8,041-ലും എത്തി. രൂപയുടെ മൂല്യത്തിലും വൻ ഇടിവുണ്ടായി.
ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ഏകദിന നഷ്ടമാണ് ഇന്ന് ഓഹരി വിപണിയിലുണ്ടായത്. സെൻസെക്സ് 1624 പോയിന്റാണ് ഇടിഞ്ഞത്. നിഫ്റ്റി 490 പോയിന്റും നഷ്ടം രേഖപ്പെടുത്തി. നിക്ഷേപകരുടെ നഷ്ടം 7 ലക്ഷം കോടിയോളം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2008 ജനുവരി 21 ശേഷം വിപണി നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമാണിത്. ഊർജ്ജം, എണ്ണ, പ്രകൃതിവാതകം, ഓട്ടോ, മെറ്റൽ, ക്യാപിറ്റൽ ഗുഡ്സ്, IT തുടങ്ങി എല്ലാ മേഖലകളിലും വൻതോതിലുള്ള ഇടിവാണ് നേരിട്ടത്. രൂപയുടെ മൂല്യത്തിലും വൻ ഇടിവുണ്ടായി. ഡോളറിനെതിരെ 66 രൂപ 65 പൈസ എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം താഴ്ന്നത്. 2 വർഷത്തിനിടെ ഇത്രയും താഴ്ന്ന നിരക്കിലേക്ക് രൂപയെത്തുന്നത് ആദ്യമാണ്. US വിപണികളിൽ രൂപപ്പെട്ട കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് സൂചികകളുടെ തകർച്ചയ്ക്കിടയാക്കിയ പെട്ടെന്നുള്ള കാരണം. ക്രൂഡ് ഓയിൽ വില താഴുന്നതും ചൈനയിലെ വളർച്ചാമാന്ദ്യവും ഗ്രീസിലെ സാമ്പത്തിക പ്രതിസന്ധിയുമെല്ലാം വിപണിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. അതേസമയം രൂപയുടെ മൂല്യം കുറയുന്നത് നിയന്ത്രിക്കാൻ ആവശ്യമെങ്കിൽ വിദേശ നാണ്യശേഖരം ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്.